എടാ ഗോകുലേ, വാ പോവണ്ടേ? ബെല്ലടിച്ചിട്ട് എത്ര നേരമായി? ഇന്നലെയും പോകാൻ പറ്റിയില്ല, ഇന്നെങ്കിലും പോവാ. വാ പച്ചത്തുരുത്തിക്ക് പോവാ. എടാ ഇന്നെങ്കിലും അത് കാണുമോ? 4 ദിവസമായി പോകാൻ തുടങ്ങിയിട്ട്. ഇന്നലെ വീട്ടിൽ പുളിവാറിൽ വെച്ചിട്ടൊരു പ്രയോഗം ഉണ്ടായിരുന്നു. എല്ലാം എനക്ക് വേണ്ടിയിട്ടാട്ടോ ഇഷ്ടം. നിന്റെ പട്ടിന് കൂട്ടുവരാൻ എന്നെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ അല്ലേടാ. ആരാപ്പം നേരത്ത് നോക്കാമെന്നായിരുന്നു ഞാൻ. എടാ മോനെ, ഇത് നീയായിരുന്നോ? നീ അന്ന് നട്ട മല്ലിക പൂത്തു, നീ നോക്കിയോ? എടാ ഇന്നലെ നേരം വൈകിയപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ചെയ്ത് പണിയായിരിക്കും. നമുക്ക് നാളെ നോക്കാൻ പറയാന്ന്. എല്ലാറ്റിനോടും മൗനമായി പ്രതികരിക്കുന്ന ഭൂമിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെ? ഇപ്പം കഴിഞ്ഞ വർഷത്തെ ചൂരൽമല ദുരന്തം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭൂമി ഏതൊക്കെ രീതിയിലാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചുറ്റും പ്ലാസ്റ്റിക്കും മലിനമാക്കപ്പെട്ട ജലസ്രോതസ്സുകളും ഒക്കെ കൊണ്ട് ഈ ഭൂമിയെ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭൂമി ഇങ്ങനെ പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തില് അങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തില് ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്ക് ചുറ്റും ഒരുപാട് പരിസ്ഥിതി മലിനീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കുകയും നേരിട്ട് കണ്ടാൽ മാത്രം പോരാ, അതിനു വേണ്ടുന്ന പരിഹാരം നമ്മൾ അതിനെ കണ്ടെത്തണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അതിനുവേണ്ടി ഒന്ന് വർക്ക് ചെയ്താലോ? തയ്യാറല്ലേ? അവിടെ നിൽക്കണം, ഞാനും വരുന്നു. കൃഷ്ണ ഗോകുലേ, എന്താ മോനെ, ഈ നോട്ട്സ് ഒന്നും എഴുതുന്നില്ലേ? രണ്ടാളും എൻ്റെ ഒപ്പം ഒന്ന് പോരെ. ടീച്ചർ എന്നോട് ചോദിച്ചില്ല അവൻ്റെ വിഷമം എന്താണെന്ന്. അവൻ്റെ വിഷമവും സന്തോഷമൊക്കെ ഈ തുരുത്താണ്, ഈ പച്ചത്തുരുത്ത്. ഇതാണ് ടീച്ചറെ നമ്മുടെ കൃഷ്ണൻ്റെ ജീവനെടുത്ത അക്വാറി. എന്നും അവൻ ഈ പാറയിൽ വന്ന് നിൽക്കാറുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ചെടികൾ മുഴുവൻ അവനോട് സംസാരിക്കുന്നു എന്നോട് പറയാറുണ്ട്. ഇന്നിപ്പോൾ ഒരു നാടിൻ്റെ പച്ചത്തുരുത്ത്. അന്നാണ് അവൻ അവസാനമായിട്ട് അവന് വേണ്ടി സംസാരിച്ചത്. തുരന്നു തുരന്ന് ഭൂമിയുടെ ഹൃദയത്തെ കാർന്നെടുക്കുന്നവർ അറിയാനായി അവർക്കുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു.